IPLിൻ്റെ പുതിയ സീസണിന് മുന്നോടിയായി മെഗാ താരലേലം വരാനിരിക്കുകയാണ്. ഇതിനോടകം ടീമുകളെല്ലാം അതിൻ്റെ പടയൊരുക്കം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തവണ വലിയ കൂടുമാറ്റങ്ങൾ ടീമിൽ ഉണ്ടാകുമെന്നാണ് വിവരം. മുംബൈ ഇന്ത്യൻസിൽ നിന്ന് രോഹിത് ശർമ്മയും ജസ്പ്രീത് ബുംറയും സൂര്യകുമാർ യാദവുമെല്ലാം കൂടുമാറുമെന്നാണ് പുറത്തുവരുന്ന വിവരം. സൂര്യകുമാർ മുംബൈ വിട്ട് KKRൻ്റെ നായകനാവുമെന്നാണ് വിവരം. KL രാഹുൽ ലക്നൗ വിട്ട് RCBയുടെ നായകനായേക്കുമെന്നാണ് വിവരം. ജസ്പ്രീത് ബുംറ ഗുജറാത്ത് ടൈറ്റൻസിലേക്കും കൂടുമാറുമെന്ന് സൂചനകൾ. മെഗാ ലേലത്തിൽ വലിയ കൂടുമാറ്റങ്ങൾ വരാനിരിക്കെ ഇതുവരെ ലേലത്തിലെത്താത്ത ഒരു സൂപ്പർ താരമുണ്ട്. വരുന്ന മെഗാലേലത്തിലും എത്തിപ്പെടാൻ സാധ്യതയില്ലാത്ത ആ താരം ആരാണെന്ന് അറിയാമോ? അത് ധോണിയും രോഹിത് ശർമ്മയും അല്ല, വിരാട് കോഹ്ലിയാണ് ആ താരം. 2008 റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരുമാണ് വിരാട് കോഹ്ലിയെ ടീമിലെത്തിച്ചത്. ഇതിനുശേഷം നടന്ന 2011 ലേലത്തിൽ വിരാട് കോഹ്ലിയെ RCB നിലനിർത്തി. ഇതിനുശേഷം കോഹ്ലിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. 2011, 14, 18, 22 എന്നീ ലേലങ്ങളിലെല്ലാം RCB വിരാട് കോഹ്ലിയെ നിലനിർത്തി. 2013 RCBയുടെ നായകസ്ഥാനത്തേക്ക് എത്തിയ കോഹ്ലി 2021 നായകസ്ഥാനം ഒഴിഞ്ഞത്. 2016 RCBയെ ഫൈനലിലെത്തിക്കാനും വിരാട് കോഹ്ലിക്കായി. 17 കോടി പ്രതിഫലത്തിൽ RCBക്ക് കളിച്ച കോഹ്ലിയെ അടുത്ത സീസണിലും RCB നിലനിർത്തുമെന്ന കാര്യം ഉറപ്പാണ്. വിരാട് കോഹ്ലിയാണ് RCBയുടെ നട്ടെല്ല് എന്നതിനാൽ ഇത്തവണയും ടീമിൻ്റെ നെടുന്തൂണായി കോഹ്ലി ഉണ്ടാവുമെന്ന കാര്യം ഉറപ്പാണ്. പ്രഥമ IPL സീസണിൽ ലേലത്തിൽ MS ധോണി പങ്കെടുത്തിരുന്നു. അന്ന് 6 കോടി രൂപയ്ക്കാണ് ധോണിയെ CSK സ്വന്തമാക്കിയത്. രോഹിത് ശർമ്മയെ 2008 ഡെക്കാൻ ചാലഞ്ചേഴ്സാണ് ലേലത്തിലൂടെ സ്വന്തമാക്കിയത്. 2011 വീണ്ടും ലേലത്തിലേക്കെത്തിയ രോഹിത്തിനെ മുംബൈ ഇന്ത്യൻസാണ് സ്വന്തമാക്കിയത്. ധോണി CSKയിലേക്ക് എത്തിയ ശേഷം തുടർച്ചയായി നായക റോളിൽ കസറുകയും 5 തവണ ടീമിനെ കപ്പടിപ്പിക്കുകയും ചെയ്തു. അവസാന സീസണിൽ നായകസ്ഥാനം ഒഴിഞ്ഞ ധോണി വരുന്ന സീസണിലും CSKക്കായി കളിച്ചേക്കും. രോഹിത് ശർമ്മ മുംബൈയുടെ നായകസ്ഥാനത്തേക്ക് എത്തിയ ശേഷം പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. മുംബൈയെ 5 തവണ കപ്പിലേക്ക് എത്തിക്കാൻ രോഹിത് ശർമ്മയ്ക്ക് സാധിച്ചു. എന്നാൽ അവസാന സീസണിൽ രോഹിത്തിനെ മുംബൈ നായകസ്ഥാനത്ത് നിന്ന് നീക്കി. ഇതോടെ വരുന്ന സീസണിൽ രോഹിത് മുംബൈ വിട്ട് വേറൊരു ടീമിനായി കളിക്കാനാണ് സാധ്യത. വിരാട് കോഹ്ലിയെ പോലെ ഭാഗ്യം മറ്റൊരു താരത്തിനും ലഭിച്ചിട്ടില്ല. IPLിൽ പ്രഥമ സീസൺ മുതൽ കളിച്ചിട്ടും കപ്പിലേക്ക് എത്താൻ RCBക്ക് സാധിച്ചിരുന്നില്ല. എന്നിട്ടും RCB കോഹ്ലിയെ പിന്തുണച്ചു. ടീമിൻ്റെ നട്ടെല്ലായി ഇപ്പോഴും കോഹ്ലി തുടരുന്നു. കപ്പിലേക്ക് എത്താൻ സാധിക്കാതിരുന്നിട്ടും ഇത്രയും പിന്തുണ കോഹ്ലിക്ക് ലഭിച്ചത് വലിയ ഭാഗ്യം തന്നെയാണ്. അത്തരമൊരു പിന്തുണ മറ്റൊരു താരത്തിനും IPL ചരിത്രത്തിൽ ലഭിച്ചിട്ടില്ലെന്ന് തന്നെ പറയാം.